പിന്നെ ഇത് നോമിനാറ്റീവിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ടെസ്റ്റ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ഇത് പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. തന്നെ ചെയ്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം. ബിക്കോസ് കാണുമ്പോൾ ഈസി സംഭവമാണെങ്കിൽ പോലും കുറച്ചും ട്രിക്സും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളതൊന്നും ഒരുമിച്ചിരുന്ന് നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് സുഖമാവണ കാണാൻ കൊണ്ട് ഇതിപ്പോൾ എല്ലാം നോമിനേറ്റീവ് ആയിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് എ ഫ്രൗ ലീസ് ഐൻ ബുക്ക്. അപ്പോൾ ആരെ ബുക്ക് വായിക്കുന്നേ? എ ഫ്രൗ, എ ലേഡി. ഓക്കെ, അപ്പം മനസ്സിലായി, അത് നോമിനേറ്റീവാണ്. സെക്കൻഡ് ഞാൻ എന്താ പറഞ്ഞ ആർട്ടിക്കിൾ, ഫ്രൗൻ്റെ ആർട്ടിക്കിൾ എന്തായിരിക്കും? ഡി. അപ്പോൾ ഡി ഫ്രൗ. ഇനി എന്ന് വരും നമ്മൾ ടേബിൾ എന്തായിരുന്നു പഠിച്ചേ? അയിനെ. അപ്പം എങ്ങനെ നമ്മൾ എഴുതുന്നേ? അയിനെ ഫ്രൗ ലീസ് ഐൻ ബുക്ക്. ഓക്കെ, ഇനി അടുത്തത് എ മാൻ ഡാൻസ്ഡ്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുവാണ്. അപ്പോൾ ആരാ ഡാൻസ് കളിക്കുന്നേ? ആ മാൻ, ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ആർട്ടിക്കിൾ ചിന്തിക്കണം. അതിൻ്റെ മാൻ്റെ ആർട്ടിക്കിൾ എന്തുവാ? ഡെർ മാൻ. നീ എ, അപ്പോൾ എൻ്റെ താഴെ ഡെർ എന്തുവാ? അയിൻ. അപ്പോൾ എന്ത് വന്നു? അയിൻ മാൻ. അപ്പോൾ ഇതൊക്കെ നല്ല സിമ്പിൾ അല്ലേ? ഇനി സെക്കൻഡ് എ കിൻഡർ സിംഗ് ലൗഡ്. അപ്പോൾ കൊച്ചുങ്ങൾ ഒച്ചത്ത് പാട്ട് പാടുക. അപ്പോൾ ആരാ പാട്ട് പാടുന്നേ? കൊച്ചുങ്ങൾ. അപ്പോൾ ഈ കൊച്ചുങ്ങൾ എന്ന് പറയുമ്പോൾ എ ചിൽഡ്രൻ. അപ്പോൾ നമ്മൾ മേളിൽ നോക്കുവാണെങ്കിൽ എ ചിൽഡ്രൻ നമ്മൾ പഠിച്ചിട്ടില്ല. ബിക്കോസ് നമുക്കറിയാലോ എ എന്ന് പറയുമ്പോൾ എപ്പോഴും സിംഗുലർ. ഒരു കൊച്ചു പാട്ട് പാടുക, ഒച്ചത്ത് പാട്ട് പാടുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നും കിൻഡർ പ്ലൂറലും കുറേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ എ എടുക്കില്ല, നമ്മൾ ജസ്റ്റ് ചെയ്തു കിൻഡർ സിംഗ് ആൻഡ് ലൗഡ്. ഇനി നമുക്കിനി എ വേണ്ട, സോറി എ വേണ്ട, പക്ഷെ നമുക്കത് ഇത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വേണം. ദ ചിൽഡ്രൻ എന്ന് പറയാമെന്ന് ഓർത്തോ. അപ്പം എന്തു പറയും? പ്ലൂറല് ഡി അല്ലേ? അപ്പോൾ ഡി കിൻഡർ സിംഗ് ആൻഡ് ലൗഡ്. തന്നെ ഈ കൊച്ചുങ്ങൾ ഒച്ചത്ത് പാട്ട് പാടുക. ഓക്കെ, അത് കോംപ്ലിക്കേറ്റഡ് ആയില്ല. ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒന്നും ചിന്തിക്കാണ്ട് ജസ്റ്റ് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, ഇനി ദ മെനർ. മെനർ എന്ന് പറഞ്ഞാൽ മാനിൻ്റെ പ്ലൂറൽ ഫോമാണ് മെനർ. ലേണൻ ടോയ്സ്. അപ്പോൾ ആണുങ്ങൾ ജർമ്മൻ പഠിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്. അപ്പോൾ നമുക്കത് ഫസ്റ്റ് ഓഫ് ഓൾ മെനർ നോമിനേറ്റീവ് ആണ്, മനസ്സിലായി. ഇനി ആർട്ടിക്കിൾ അപ്പോൾ എന്തായിരിക്കും? മാൻ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഡർ മാൻ. പക്ഷെ ഇത് പ്ലൂറൽ അല്ലേ? അപ്പോൾ പ്ലൂറൽ വരുമ്പോൾ എന്തായിരിക്കും? ലാസ്റ്റത്തെ ഡി വന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഡി മെനർ ലേണൻ ഡോയേഷ്. ഡി മെനർ ലേണൻ ഡോയേഷ്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ ദ ഹൗസ് ഇസ് ഗ്രോസ്. ദ ഹൗസ് ഇസ് ബിഗ്, വലിയത്. അപ്പോൾ അതിൽ ദ ഹൗസ് നമുക്ക് മനസ്സിലായി നോമിനേറ്റീവ് ആണെന്ന്. ഹൗസിൻ്റെ ആർട്ടിക്കിൾ ഇസ് ദസ് ഹൗസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദ വേണം. അപ്പോൾ ദ എന്ന് പറയുമ്പോൾ സെയിം ദസ് തന്നെ. അപ്പോൾ എന്ത് വന്നു? ദസ് ഹൗസ് ഇസ് ഗ്രോസ്. അപ്പോൾ നിങ്ങളിതിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ വന്ന കുറച്ച് ടാക്ടിക്സ് ഇതൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അത് തെറ്റിപ്പോയാലും പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ചിന്തിക്കണ്ടേ. ഒന്നുമില്ല, ജസ്റ്റ് കേസ് ചെയ്താൽ ആർട്ടിക്കിൾ ചെയ്താൽ നമുക്ക് എന്താവശ്യം അത് വെച്ചിട്ട് ആ ബോക്സ് ഓർത്ത് വെച്ച് ചെയ്താൽ അത്രേ ഇതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് ചെയ്തു. അയ്യോ, ഇനി പ്രാക്ടീസ് വേണമെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് ഇടാം ക്വിസിൻ്റെ. അപ്പോൾ അത് ഓൺലൈൻ ക്വിസാണ്, നിങ്ങളത് പോയി ചെയ്ത് നോക്ക്. എന്നുവെച്ചാൽ ഇതിൽ തെറ്റാവുകയാണെങ്കിൽ എന്നെ ഒന്ന് മെസ്സേജ് അയക്കുമോ, അല്ലെങ്കിൽ ഇനി എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കുന്നതാണെങ്കിൽ ChatGPTയിൽ എന്തെങ്കിലും പോയിട്ട് ചെയ്തിട്ട് എന്താണ് അതങ്ങനെ വന്നതെന്ന് ചോദിച്ച് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്ന സൗണ്ട് കുറച്ച് പോയിരിക്കുക. ജലദോഷം ഇതൊക്കെയായിരുന്നു. സോ അപ്പോൾ അപ്പോൾ ഞാൻ മാക്സിമം ഇത് സിമ്പിളാക്കി പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലെങ്കിൽ ഡു ലെറ്റ് മീ നോ.